ആലപ്പുഴ ചെറിയനാട് കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് 14 വർഷം തടവിൽ കഴിഞ്ഞ ഷെറിനെ മോചിതയാക്കണമെന്ന ജയിൽ വകുപ്പിന്റെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. സ്വത്തിനു വേണ്ടി ഭാര്യാപിതാവിനെ കൊന്ന ഷെറിന് 3 ജീവപര്യന്തമായിരുന്നു കോടതി ശിക്ഷ വിധിച്ചത്. 2009 മാർച്ച് 7-നാണ് ചെറിയനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാർണവരെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ അരുങ്കൊലയെന്നാണ് ആദ്യം കരുതിയത്. ഭാസ്കര കാർണവരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം മരുമകൾ ഷെറിനെ ചോദ്യം ചെയ്തപ്പോൾ ചില പൊരുത്തക്കേടുകളുണ്ടായി. തുടർന്ന് കേരള പോലീസ് നടത്തിയ ചടുല നീക്കമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സ്വത്തിനായി മരുമകൾ ഭർത്തൃപിതാവിനെ ആൺസുഹൃത്തിനെ കൊണ്ട് ഇല്ലാതാക്കിയതാണെന്ന് കണ്ടെത്തി. ഷെറിന് പുറമെ കാമുകൻ ബാസിദ് അലി, ഇയാളുടെ സുഹൃത്തുക്കളായ ഷാനു റഷീദ്, നിതിൻ എന്നിവരാണ് മറ്റു പ്രതികൾ. സ്വത്തവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയതിലും അവിഹിത ബന്ധങ്ങൾ തടഞ്ഞതിലുമുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പ്രതികൾക്ക് ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിച്ചില്ല. മാവേലിക്കര അതിവേഗ കോടതി 1 വർഷത്തിനുള്ളിൽ പ്രതികൾക്ക് ശിക്ഷയും വിധിച്ചു. 3 ജീവപര്യന്തം ഒന്നിച്ചനുഭവിക്കണമെന്ന വിചാരണ കോടതി വിധി ഹൈക്കോടതി പിന്നീട് ശരിവെക്കുകയും ചെയ്തു. അന്നത്തെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ്റെ സഹായവും കൊണ്ടും അന്ന് ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലെ VK വാസുദേവൻ അവരുടെ പ്രയത്നം കൊണ്ടും ചെങ്ങന്നൂർ CE ആയിരുന്ന ജ്യോതികുമാർ സാറിൻ്റെ പ്രേരണ കൊണ്ടും മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി N അനിൽകുമാറിൻ്റെ കഴിവും പ്രാപ്തിയും പ്രയത്നം കൊണ്ടുമാണ് ഷെറിൻ അന്ന് ശിക്ഷ അനുഭവിക്കും. എന്നാൽ ജയിലിൽ ഷെറിന് നല്ല കാലമായിരുന്നു. VIP പരിഗണന ഉൾപ്പെടെ പല പരാതികളും ഉയർന്നു. എന്നു മാത്രമല്ല, ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച കൊലക്കേസ് പ്രതിക്ക് വിവിധ ഘട്ടങ്ങളിലായി 500 ദിവസത്തിലധികം പരോളിൽ ലഭിച്ചു. സ്ത്രീ എന്ന പരിഗണന നൽകി മോചിതയാക്കണമെന്നാണ് ജയിൽ വകുപ്പിന്റെ ശുപാർശ. ഇത് മന്ത്രിസഭ അതേപടി അംഗീകരിച്ചു. 14 വർഷക്കാലമായില്ലേ, സ്വാഭാവികമായിട്ടും കോടതിയിൽ ചെന്നിട്ട് ശിക്ഷയുടെ നിയമം നോക്കിയിട്ടല്ലേ കോടതിയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള ഇളവ് കിട്ടാൻ ഇപ്പോൾ അർഹത ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ കോടതി അത്തരം തീരുമാനം എടുത്തിട്ടുണ്ട്. അർഹിക്കുന്ന ശിക്ഷ കിട്ടിയിട്ടുണ്ട്, അതിനുള്ള പശ്ചാത്താപം അതിനുണ്ടായി കാണും. അരുങ്കൊല നടന്ന വലിയ വീട്ടിൽ ഭാസ്കര കാർണവരുടെ കുടുംബം പിന്നീട് അധികം കാലം താമസിച്ചിട്ടില്ല. ശാരീരിക വെല്ലുവിളികളുള്ള ഷെറിന്റെ ഭർത്താവിനെയും മകനെയും കാർണവരുടെ മറ്റൊരു മകൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. കാർണവേഴ്സ് വില്ലയിൽ നിലവിൽ വാടകക്കാരാണ് താമസം. കേസിലെ മറ്റു 3 പ്രതികളും ജയിലിൽ തടവിൽ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.